KPCC പ്രസിഡന്റ്, വർക്കിംഗ് പ്രസിഡന്റുമാർ തുടങ്ങിയ സ്ഥാനങ്ങളിലേക്ക് പുതിയ ആളുകളെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് UDF. ഹോം അപ്ലയൻസസും കിച്ചൺ അപ്ലയൻസസും ഒക്കെ വാങ്ങുമ്പോൾ ചെറിയ തവണകളായി തിരിച്ചടയ്ക്കാനുള്ള EMI സ്കീമുകൾ മൈജി ഫ്യൂച്ചറിലുണ്ടല്ലോ. എക്സ്പീരിയൻസ് ചെയ്യാം നെക്സ്റ്റ് ലെവൽ ഷോപ്പിംഗ് മൈജി ഫ്യൂച്ചറിൽ. അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള മുതിർന്ന ഭാരവാഹികളിൽ പലരും മന്ത്രിമാരും MLA-മാരും ആയതോടെയാണ് പുതിയ നേതൃനിരയെ സംഘടനാ ചുമതലയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം ഊർജിതമാക്കിയത്. ഈ മാസാവസാനത്തോടെ പുതിയ ഭാരവാഹികളെ നിയോഗിക്കാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര നേതൃത്വം. ഇതിപ്പോ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത് മുതൽ തുടങ്ങിയതാണ് കോൺഗ്രസിലെ കൺഫ്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു തരത്തിൽ പറഞ്ഞാൽ കോൺഗ്രസിൽ നേതാക്കൾ എല്ലാവരും അധികാരത്തിന് വേണ്ടി അടിപിടി കൂടുന്നവരാണെന്ന് പരക്കെ ഒരു പറച്ചിലുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ചില സംഭവങ്ങൾ കാണുമ്പോൾ അതിൽ സത്യമുണ്ടെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. സർക്കാർ പാർട്ടി ഏകോപനത്തിനും നിലവിൽ ഫലപ്രദമായ സംവിധാനമില്ല. കഴിഞ്ഞ പ്രാവശ്യം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കപ്പെട്ട ആന്റോ ആന്റണി, കൊടിക്കുന്നിൽ സുരേഷ്, ബെന്നി ബെഹനാൻ, ജോസഫ് വാഴക്കൻ, KC ജോസഫ്, MM ഹസൻ, MK രാഘവൻ എന്നിവരുടെ പേരുകൾ ഇക്കുറിയും ഉയരുന്നുണ്ട്. താനും അർഹനാണെന്ന് പറഞ്ഞ് രാജ്മോഹൻ ഉണ്ണിത്താനും രംഗത്തെത്തി. പ്രസിഡന്റ് പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്നവർ വർക്കിംഗ് പ്രസിഡന്റ് ആകാൻ കഴിയും. സാമൂഹിക സാമുദായിക സന്തുലനവും പരിഗണിക്കപ്പെടും. VS ശിവകുമാർ, മാത്യു കുഴൽനാടൻ എന്നിവരുടെ നേതൃത്വത്തിൽ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും. ആരോഗ്യ കാരണം മുൻനിർത്തി അടൂർ പ്രകാശ് UDF മത്സരത്തിൽ നിന്നും മാറുമെന്ന് സൂചനയുമുണ്ട്.